വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ആ നടന്ന സംഭവങ്ങളെല്ലാം നൂറാണെങ്കിൽ വിഷ്ണുവിനോട് പറയുന്നുണ്ട് അയാളൊരു ദുഷ്ടനാണ്. പിന്നെ അച്ഛനെയും സത്യാമ്മയെയും അയാൾ ഒരുപാട് ഉപദ്രവിക്കുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്തു. ഒരടിയെങ്കിലും അയാൾക്ക് എനിക്ക് വേണ്ടി കൊടുക്കണം, അതെൻ്റെ ഒരു കൊട്ടേഷനാണ്, അയാളെ വെറുതെ വിടരുത് എന്നിങ്ങനെ നൂറ് പറയുമ്പോൾ വിഷ്ണു ആണെങ്കിൽ ദേഷ്യം കൊണ്ട് ആകെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് ആകെ ദേഷ്യത്തിൽ നിൽക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഇതേസമയം ശാലിനി ആണെങ്കിൽ അവിടെ കളക്ടറിൽ തൻ്റെ ക്യാബിനിൽ നിന്ന് കുറേ ഫയലൊക്കെ നോക്കുന്നുണ്ട്, ആരെയൊക്കെ വിളിച്ച് ഒരു ഓർഡറൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ശാരദാമ്മ ഇങ്ങനെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം ശ്യാമ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവൾ എന്നായാലും പോകേണ്ടതല്ലേ, അവിടെ പോയി നിൽക്കട്ടെ, പ്രശ്നങ്ങളൊക്കെ തീർന്നാലോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല, അവൾ 1-2 ദിവസമായിട്ട് ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെയാണ് നിന്നിരുന്നത്, ഇനിയിപ്പോൾ ചെല്ലുമ്പോൾ രോഹിത് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത്. അന്നേരം അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അവർ ഒന്നിച്ച് ജീവിക്കുന്നെങ്കിൽ അങ്ങ് പോട്ടെ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കാൻ ഞാൻ ശ്യാമയോട് പറയുന്നത് അതുകൊണ്ടാണ്, വേർപെട്ട് ജീവിക്കുന്നതിൻ്റെ പ്രയാസം നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പിന്നെ ശാരദാവും പറയുന്നുണ്ട് പപ്പിമോളെ അവൾ ചിലപ്പോൾ സ്കൂളിൽ നിന്നും അങ്ങോട്ടത്തേക്ക് കൊണ്ടുപോകുമായിരിക്കുമെന്ന്. അന്നേരം അമ്മ വൈകുന്നേരം സത്യം വിളിക്കാൻ ചെല്ലുമ്പോൾ നോക്ക്, കൊണ്ടുപോയില്ലെങ്കിൽ ഇനി വീട്ടിലേക്ക് കൊണ്ടുപോരാ, പിന്നെ സൗകര്യം പോലെ വന്ന് വിളിച്ചുകൊണ്ട് പോയാൽ മതിയല്ലോ എന്ന്. ഇനിയിപ്പോൾ കുടുംബമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ ചിലപ്പോൾ നന്നായാലോ, അവരൊരുമിച്ച് ജീവിക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വഴക്കും ബഹളമൊന്നും ഇല്ലാതെ നന്നായിട്ട് ജീവിച്ചു പോയാൽ മതിയെന്ന് ശാരദാമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനുപല്ലവി അവിടെ ക്യാബിനിലേക്ക് വരുന്നുണ്ട്, മേഡം എന്ന് പറഞ്ഞുകൊണ്ട്. അന്നേരം അമ്മ ഫോൺ വെച്ചോ എന്നും പറഞ്ഞ് ശാലിനി ഫോൺ വെക്കുന്നുണ്ട്. തുടർന്ന് അനുപല്ലവി പറയുന്നുണ്ട്, ഒരു വിവരം കിട്ടിയിട്ടുണ്ട് മാഡം, ഒരു വിഷ്ണു സാറിൻ്റെ പഴയ വീടില്ലേ, ഇപ്പോൾ രോഹിത് ലേലത്തിൽ പിടിച്ച വീട്, അവിടെ അവർ എന്തൊക്കെയോ ബിസിനസ് അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്, രോഹിത് ഒറ്റയ്ക്കല്ല സുസ്മിതയും ചന്ദ്രബോസും ഒക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത് എന്തെങ്കിലും വരുമാന മാർഗം ഉദ്ദേശിച്ചായിരിക്കും എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം ഗുലുമാല് പിടിച്ച പണിയാണ്, തലവേദനയാകുമെന്നാണ് തോന്നുന്നത്, പക്ഷെ എന്താണ് അവരവിടെ പ്ലാൻ ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടില്ല. എന്തായാലും ഇല്ലീഗലായിട്ടുള്ള കാര്യം തന്നെയാണ്, നേരായ മാർഗത്തിൽ പണം സമ്പാദിക്കാനുള്ള ബിസിനസ് അല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ സുസ്മിതയും ചന്ദ്രബോസും ഒക്കെ രോഹിത്തിൻ്റെ തലയിലെല്ലാം വെച്ചിട്ട് അവർ വലിയും എന്നുള്ളത് ഉറപ്പാണ് എന്ന് പറയുമ്പോൾ അതേ കാര്യം പറയാൻ തന്നെയാണ് അമ്മ ഇപ്പോൾ വിളിച്ചത്. ശ്യാമ അങ്ങോട്ടത്തേക്ക് പോയിട്ടുണ്ട്, നമ്മുടെ ഒരാളിപ്പോൾ അവിടെ ഉള്ളത് നല്ലത് തന്നെയാണ്, എന്തെങ്കിലും നടന്നാൽ അവളോട് വിളിച്ച് അറിയാമല്ലോ എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കാം എന്നിങ്ങനെ പിന്നെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമോ എന്ന് അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ട് അനുപല്ലവിയെ പറഞ്ഞു വിടുന്നുണ്ട്. അന്നേരം ശാലിനി ചിന്തിക്കുന്നുണ്ട് എന്ത് ബിസിനസ് ആയിരിക്കും അവരവിടെ തുടങ്ങുന്നത് എന്നുള്ളത്. ഇതേസമയം അവിടെ സത്യഭാമയുടെ പഴയ വീട്ടിൽ ഉപേന്ദ്രനാണെങ്കിൽ ആ ജോലിക്കാരോടൊക്കെ പറഞ്ഞ കുപ്പിയെല്ലാം അവിടെ നിന്ന് ഇങ്ങനെ പറക്കി മാറ്റുകയാണ്. പെട്ടെന്നാവട്ടെ ഒറ്റ കുപ്പി പോലും, ഒരു ലേബൽ പോലും, ഒരു പൊടി പോലും ഇവിടെ അവശേഷിക്കാനായിട്ട്, തെളിവിനായിട്ട് അവശേഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതെല്ലാം പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റുകയാണ്. അന്നേരം രോഹിത് അങ്ങോട്ടത്തേക്ക് കയറി വരുന്നുണ്ട്. അന്നേരം എന്താ സംഭവം ചോദിക്കുമ്പോൾ ഇതെല്ലാം ചന്ദ്രബോസിൻ്റെ ഒരു ഗോഡൗണിലേക്ക് മാറ്റണം, അല്ല എന്നുണ്ടെങ്കിൽ ഒരു തെളിവ് പോലും പിന്നെ ഇവിടെ കിടക്കാനായിട്ട് പാടില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് കിട്ടിയ ഓർഡറൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒരു വേര് ഉറപ്പിക്കട്ടെ, ഇതെല്ലാം സുരക്ഷിതമായിട്ട് വെക്കാനുള്ളൊരു സ്ഥലം ആദ്യം കണ്ടെത്തണം, പിന്നീട് നമുക്ക് കച്ചവടം പച്ചപിടിപ്പിക്കാം, പിന്നെ അത് ശത്രുക്കൾ ആദ്യം കൂടും, പക്ഷേ പിന്നീട് ബന്ധുക്കളും പിന്നെ കൂടെ ഉണ്ടാകും, ബന്ധങ്ങളും കൂടെ ഉണ്ടാകും എന്നിങ്ങനെ പറയുമ്പോൾ ഒറ്റ നടന്നത് എവിടെ നിന്നാണ് എന്നറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പിന്നെ ഉപേന്ദ്രൻ പറയുന്നുണ്ട് പോലീസും ക്രൈംബ്രാഞ്ചും ഒക്കെ ചേർന്ന് അന്വേഷിക്കണമെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ആരോ ഒരാളായിരിക്കണം, കൂടെ നിന്ന് ചതിക്കുന്ന ആരോ ഒരുത്തനായിരിക്കണം ഒറ്റ കൊടുത്തിയത്. എന്തായാലും ചന്ദ്രബോസിനോട് ചോദിച്ചത് ഭാഗ്യമായി എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ ഉപേന്ദ്രൻ പറയുന്നുണ്ട് ഇനി ഒറ്റിയവൻ ആരാണ് എന്നുള്ളത് അവനെ കണ്ടുപിടിച്ച് വേണം, അവൻ്റെ 16-നുള്ള ചടങ്ങുകൾ നടത്തുകയാണ് ഇനി സുസ്മിത വന്നതിന് ശേഷം അടുത്ത പദ്ധതി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സുസ്മിത കാറിൽ വന്നിട്ട് ഓടി കയറി വരുന്നുണ്ട്. അന്നേരം എന്താ സംഭവം ചോദിക്കുമ്പോൾ നമ്മളിവിടെ ഈ ബിസിനസ് നടത്തുന്നതിനെക്കുറിച്ച് പോലീസിന് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഒരു വിവരം കിട്ടിയിട്ടുണ്ട്, അത് ചോദിച്ചത് ചന്ദ്രബോസിനോടാണ്, അപ്പോൾ നമ്മളെ അടുത്തറിയാവുന്ന ആരോ ഒരാൾ ആണ് ഇത് ഒറ്റിയിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിത ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട് സംശയ കണ്ണുകളോടെ നോക്കുകയൊന്നും വേണ്ട, സുസ്മിതയുടെ ചിറകിനടിയിൽ നിന്ന് തന്നെയാണ് ഒറ്റ പോയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതാരും ചോദിക്കുമ്പോൾ അങ്ങനെ ഒരുത്തൻ ആരാ നമ്മുടെ കൂടെ നിന്ന് ചതിക്കുക എന്ന് ചോദിക്കുമ്പോൾ ജഗദീപ് എന്ന് പറയുകയാണ്. അവനറിയാതെ ഇതൊന്നും പുറത്തു പോകില്ല എന്ന് പറയുമ്പോൾ അവന് അതിനുള്ളൊക്കെയുള്ള ധൈര്യം ഉണ്ടോ എന്നിങ്ങനെ സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം ഉപേന്ദ്രൻ പറയുന്നുണ്ട് ആദ്യ കാഴ്ചയിൽ തന്നെ അവനെ ഞാൻ അളന്നതാണ്, പൊട്ടത്തരങ്ങൾ പറഞ്ഞ് കൂടെ നിന്ന് വിശ്വാസം പിടിച്ചു പറ്റിയിട്ട് പിന്നിൽ നിന്ന് കുത്താൻ അവർ നല്ല കഴിവാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ സമയത്താണ് വിഷ്ണു ഇങ്ങനെ ആകെ കലികേറി വരുന്നത്, ബൈക്കിൽ വന്ന് നിന്നിട്ട് വെളിയിൽ ഇറങ്ങിയതിന് ശേഷം ഉപേന്ദ്ര എന്നിങ്ങനെ മുറ്റത്ത് നിന്ന് വിളിക്കുന്നത്.
ഇങ്ങോട്ട് ഇറങ്ങി വാടാന്നും പറഞ്ഞ് വിഷ്ണു ആണെങ്കിൽ ആകെ കലി കയറി ഇങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ അവരിങ്ങനെ ജഗദീപിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവനെ പിടിച്ചു നിർത്തി 2 പൊട്ടിച്ചതിൽ ഏതൊക്കെ ഏമാന്മാരുടെ മുന്നിൽ അവൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുമെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിഷ്ണു ഇങ്ങനെ കയറി വരുന്നത്. വിഷ്ണുവിൻ്റെ ആ വിളിയും അത് വരവുമൊക്കെ കണ്ട് ഇവരിങ്ങനെ ആദ്യം സുസ്മിത ആകെ പേടിക്കുന്നുണ്ട്. പക്ഷെ ഒരു കൂസലും ഇല്ലാതെ രോഹിത് നിൽക്കുകയാണ്. ഉപേന്ദ്രൻ തെല്ലൊന്ന് പേടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ഉപേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, വീട്ടിൽ ആണുങ്ങളില്ലാത്ത സമയം നോക്കി കുടുംബത്ത് വന്ന് പോക്കൃത്തരം കാണിച്ചിട്ട് നീ ഇവിടെ കയറി അടയിരിക്കുവാണല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരമാണ് വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. പിന്നെ അവിടെ കിടക്കുന്ന മദ്യക്കുപ്പികളും ആ കാർഡ്ബോർഡും എല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ നോക്കിയിട്ട് അതൊരെണ്ണം ഒരു കുപ്പി ഇങ്ങനെ എടുക്കുന്നുണ്ട്. അന്നേരം ഇപ്പോൾ ഇവിടെ ഈ ബിസിനസ് ആണല്ലേ നടത്തുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഒരു പുച്ഛഭാവത്തോടെ രോഹിത് നിൽക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, നിനക്ക് എങ്ങനെ തോന്നിയടാ എന്ന് പറഞ്ഞ് അതിനുശേഷം ബിസിനസ്സാണോ നടത്തുന്നത് ചോദിച്ചിട്ട് വിഷ്ണു ആണെങ്കിൽ കുപ്പി അങ്ങോട്ട് താറയിലേക്ക് എറിഞ്ഞ് ഉടക്കുകയാണ്. സുസ്മിത ഇങ്ങനെ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അതൊന്ന് രോഹിത്തിനെ ഇങ്ങനെ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, എൻ്റെ അമ്മ ദിവസവും വിളക്ക് കത്തിച്ച് ഭഗവാന്മാരെ പ്രാർത്ഥിക്കുന്ന പവിത്രമായ മണ്ണിൽ ഈ ഒരു ബിസിനസ് നടത്താനായിട്ട് നിനക്ക് എങ്ങനെ തോന്നിയടാന്നും പറഞ്ഞിട്ട് രോഹിത്തിനെ ഇങ്ങനെ കോളറിനെ അങ്ങോട്ട് കുത്തിപ്പിടിച്ചങ്ങോട്ട് വിഷ്ണു അങ്ങോട്ട് അടിക്കാനായിട്ട് കൈ ഓങ്ങുന്നുണ്ട്. അന്നേരം സുസ്മിത പിടിച്ചു മാറ്റുകയാണ്. അവനെ അങ്ങോട്ട് വിട് എന്നും പറഞ്ഞിട്ട് ഒരുവിധം സുസ്മിത രോഹിത്തിനെ പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അതിൻ്റെ ക്രെഡിറ്റ് അവനല്ല, എനിക്കാണ്. ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഈ വീട് ഞാൻ കുളം തോണ്ടുവന്ന്. ആ കുളത്തിൽ കുളിക്കാൻ വേണമെങ്കിൽ നിനക്ക് കുളിക്കുകയോ എന്തോ ചെയ്യാം എന്നിങ്ങനെ പറയുമ്പോൾ കുളിക്കാനല്ലടി, നിന്നെയൊക്കെ കുളിപ്പിച്ച് കിടത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സുസ്മിതയുടെ കരണം നോക്കി വിഷ്ണു ഒന്നും പൊട്ടിക്കുകയാണ്. അടികൊണ്ട് സുസ്മിത ഒരു കറക്കം കറങ്ങി ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്, ഇങ്ങനെ കവിളിൽ കൈയും വെച്ചുകൊണ്ട്. തുടർന്നാണെങ്കിൽ രോഹിത് ഉപേന്ദ്രനെ അങ്ങോട്ട് തല്ലുന്നുണ്ട്. രോഹിത്തിനെയും തല്ലുകയാണ്, ഉപേന്ദ്രനെയും തല്ലുന്നുണ്ട്. നീ എൻ്റെ അച്ഛൻ്റെ മേൽ കൈവച്ചു അല്ലേടാ എന്ന് പറഞ്ഞിട്ട് ഉപേന്ദ്രനെ ഒരു ഒറ്റ ചവിട്ടി ഓട്ടുകയാണ്. എന്നിട്ട് അപ്പോഴാണ് രോഹിത് പിടിച്ചു മാറ്റാൻ വരുമ്പോൾ രോഹിത്തിനും കൊടുക്കുന്നുണ്ട്. അടികൊണ്ട് രോഹിത് ആ കസേരയിലേക്ക് തലയിടിച്ച് തറയിച്ചെന്ന് വീഴുന്നുണ്ട്. തുടർന്ന് ഉപേന്ദ്രൻ്റെ കഴുത്തിനിങ്ങനെ കുത്തി പിടിക്കുകയാണ്, അച്ഛൻ്റെ മേൽ കൈവച്ചു അല്ലേ എന്ന് പറഞ്ഞിട്ട്. അന്നേരം ഉപേന്ദ്രൻ പിടിച്ചു മാറ്റുന്നുണ്ട്. നിൻ്റെ അച്ഛനാകുന്നതിന് മുമ്പ് അയാൾ എൻ്റെ ചേട്ടനായിരുന്നു, അതിനു മുമ്പ് അയാൾ ഒരു ചതിയനായിരുന്നു. സ്വന്തം കൂടപ്പുറപ്പാണെന്ന് നോക്കാതെ അയാൾ എന്നെ ചതിച്ചു, അതുകൊണ്ട് അയാളുടെ പുക കണ്ടിട്ടേ ഞാനിനി മലേഷ്യയിലേക്കുള്ളൂ എന്നിങ്ങനെ ഉപേന്ദ്രൻ പറയുമ്പോൾ വിഷ്ണുവിനാകപ്പാടെ ദേഷ്യം വരികയാണ്. വിഷ്ണു ആണെങ്കിൽ ആ കൈ കിടന്ന വള ഊരിയിട്ട് ഇങ്ങനെ ഒന്ന് കയ്യിലേക്ക് ആ വിരലുകളിലൂടെ വെച്ച് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് അത് തിരിച്ചിട്ട് ഇടുകയാണ്. എന്നിട്ട് പറയുന്നു, തിരിച്ചിടുന്നില്ല, വിരലുകളുടെ ഇടയിലൂടെ ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നീ ഒരിടത്തേക്കും പോകാൻ പോകുന്നില്ല, നീയൊക്കെ ഇവിടെ കിടന്ന് പെടഞ്ഞ് മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ആ കൈ ചുരുട്ടി പിടിച്ച് വളയോടുകൂടി വെച്ച് ഉപേന്ദ്രനെ അടിക്കുകയാണ്. ഉപേന്ദ്രൻ ചെന്ന ഗുണ്ടകളുടെ അടുത്തേക്ക് ചെന്ന് വീഴുന്നുണ്ട്. തിരിച്ചെന്ന് വിഷ്ണു വള കയ്യിലേക്ക് ഇടുന്നുണ്ട്. അന്നേരം അടിച്ചു കൊല്ലടാ ഈ പേ പിടിച്ച പട്ടി എന്നിങ്ങനെ ചെല്ലടാന്നും പറഞ്ഞ് ഓരോരുത്തരായിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അന്നേരം എല്ലാവരെയും വിഷ്ണു നന്നായിട്ട് തല്ലുന്നുണ്ട്. രണ്ടുപേരും ഒക്കെ വിഷ്ണുവിനെ ഇങ്ങനെ തടുക്കാൻ വരുമ്പോൾ വിഷ്ണു അവരോടൊപ്പം നിന്ന് പിന്നെ ഉപേന്ദ്രനെ ചാടി ചവിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ അടിച്ചോട്ടിക്കുകയാണ്. അവരൊക്കെ പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് ഓടുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു ഓരോ കുപ്പിയായിട്ട് എറിഞ്ഞ് അവിടെ എടുത്തങ്ങോട്ട് എറിഞ്ഞ് പൊട്ടിക്കുകയാണ്. അതിനുശേഷം ഉപേന്ദ്രനെ അങ്ങോട്ട് വീണ്ടും തല്ലുകയാണ്. എന്നിട്ട് ഉപേന്ദ്രനെ അങ്ങോട്ട് പിടിച്ചിട്ട് കൈയങ്ങ് നന്നായിട്ട് പിടിച്ച് തിരിക്കുകയാണ്. അന്നേരം നീ ഇവിടെ എൻ്റെ വീട്ടിൽ ചാരായ പുഴ ഒഴുക്കുമല്ലേ, കുളം തോണ്ടുമല്ലേ, ആ പുഴയിൽ നിന്നെയൊക്കെ ഞാനങ്ങോട്ട് ഒഴുക്കി വിടാൻ പോവുകയാണെന്ന് പറഞ്ഞ് കൈ അങ്ങോട്ട് പിടിച്ച് തിരിച്ച് ഓടിച്ചിട്ട് അങ്ങ് തറയിലേക്ക് എറിയുകയാണ് ഉപേന്ദ്രനെ. എന്നിട്ടും വിഷ്ണുവിന് കലി അങ്ങോട്ട് അടങ്ങുന്നില്ല. എല്ലാം കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. ആദ്യമൊന്നും രോഹിത്തിന് പേടിയില്ലായിരുന്നു, പക്ഷെ അവസാനം എല്ലാവരും മാറിപ്പോയി. ഇവർ മാത്രമാകുമ്പോൾ പേടിച്ചിങ്ങനെ സുസ്മിത എന്നങ്ങ് വിറയ്ക്കുന്നുണ്ട്. രോഹിത്തും അതേപോലെ പേടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു തിരിഞ്ഞ് നോക്കുമ്പോൾ സുസ്മിതയെ രോഹിത്തിനെയും കാണുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ മുന്നോട്ട് നടന്ന് സുസ്മിത ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. സുസ്മിതയുടെയും കാരണം നോക്കി വീണ്ടും ഒന്നുകൂടി പൊട്ടിക്കുന്നുണ്ട്. അടികൊണ്ട് സുസ്മിത വീണ്ടും കറങ്ങി അങ്ങോട്ടത്തേക്ക് മാറി നിൽക്കുമ്പോൾ രോഹിത്ത് ഇങ്ങനെ പേടിച്ച് പുറകോട്ട് പോവുകയാണ്. അന്നേരം രോഹിത്തിൻ്റെ കഴുത്തിനങ്ങോട്ട് വിഷ്ണു ചേർത്ത് പിടിക്കുന്നുണ്ട്. ഈ വീടൊരു ദേവാലയം തന്നെയാണ്, അനാഥനായ നിനക്ക് തന്ന എൻ്റെ അമ്മ നൽകിയ ദേവാലയം തന്നെയാണ്. അവിടെയാണ് നീ ഈ ബിസിനസ് വാറ്റ് ചാരായം പിന്നെ വാറ്റ് കേന്ദ്രമാക്കി മാറ്റിയത്. പാല് തന്ന കൈക്ക് തന്നെ നീ കൊത്തി എന്ന് പറഞ്ഞിട്ട് വീണ്ടും രോഹിത്തിനെ അടിക്കുന്നുണ്ട്. അടിച്ച് രോഹിത് അങ്ങോട്ട് തറയിലേക്ക് വീഴുകയാണ്. തറയിൽ വീണിങ്ങനെ കിടക്കുമ്പോൾ പിന്നെ എൻ്റെ അച്ഛനും അമ്മയും സഹിക്കുന്ന ആ ഒരു സങ്കടത്തിനാണ് നിനക്കിത് എന്നും പറഞ്ഞ് രോഹിത്തിൻ്റെ നെഞ്ചിലേക്ക് അങ്ങോട്ട് ആഞ്ഞു ചവിട്ടുകയാണ്. അന്നേരം സുസ്മിത ഇതുകൊണ്ട് പേടിച്ചങ്ങ് വാതിൽക്കലേക്ക് പോകുന്നുണ്ട്. ഉപേന്ദ്രൻ കിടന്ന കിടപ്പിൽ തന്നെ ഇതൊക്കെ നോക്കി കണ്ടുകൊണ്ട് കിടക്കുകയാണ്. തുടർന്നും പറയുന്നുണ്ട്, എന്നിട്ട് ഒരു കൂടപ്പിറപ്പിനെ പോലും സ്നേഹിച്ച എന്നെ നീ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ഒരു ബാസ്ക്കറ്റ് കാണുന്നുണ്ട്. അന്നേരം അതെടുത്ത് വിഷ്ണു
വിഷ്ണു ഇങ്ങനെ തല്ലാനായിട്ട് ഓങ്ങുമ്പോഴാണ് ഈ ശ്യാമയും പപ്പിയും കൂടി വരുന്നത്. അന്നേരം സുസ്മിത ഇങ്ങനെ വാതിൽക്കൽ നിൽക്കുകയാണ്. അകത്തേക്ക് കയറുന്ന ശ്യാമ ഈ ഒരു കാഴ്ച കാണുമ്പോൾ തൊട്ടു പോകരുത് എൻ്റെ ഭർത്താവിന് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഈ വിഷ്ണു ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം ഈ കുട്ടി ഓടി വന്നിട്ട് വിഷ്ണുവിൻ്റെ കാല് പിടിക്കുകയാണ്. വിഷ്ണു വെച്ചാൽ എൻ്റെ അച്ഛനെ ഒന്നും ചെയ്യല്ലേ, എൻ്റെ അച്ഛൻ പാവമാണ്, ഒന്നും ചെയ്യില്ലേ വിഷ്ണു വെച്ചാൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കുട്ടിയുടെ ഒരു ഇത് കാണുമ്പോൾ വിഷ്ണുവിന് അകപ്പാട് സങ്കടം വരുന്നുണ്ട്. വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ നിറയുകയാണ്. വിഷ്ണു ആ കയ്യിരുന്ന ബാസ്ക്കറ്റ് രോഹിത്തിൻ്റെ തലയിലേക്ക് അടിക്കാതെ അപ്പുറത്തെ സൈഡിലേക്ക് അങ്ങ് വലിച്ച് എറിയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അച്ഛൻ പാവമാണ്, ഒന്നും ചെയ്യില്ലേ എന്ന്. അന്നേരം ശ്യാമ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ശ്യാമ പറയുകയാണ് ഇതിപ്പോൾ ഞങ്ങളുടെ വീടാണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു നിൽക്കും. രോഹിത് അങ്ങോട്ട് എഴുന്നേറ്റിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയണം ഇവിടെ ഞങ്ങൾ പല ബിസിനസ്സും ചെയ്യും, ഞാനും എൻ്റെ ഭർത്താവും മോളും താമസിക്കുന്നതാണ് ഈ വീട്ടിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസിൽ കൊണ്ടുപോയി കേസ് കൊടുക്കാം. ഇറങ്ങി പോകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇറങ്ങി പോകേണ്ടത് നിങ്ങളുടെ മര്യാദയാണ്. പിന്നെ ഇനി എൻ്റെ ഭർത്താവിൻ്റെ മേലെ നിങ്ങൾ കൈവച്ചാൽ ഞാൻ ഭവനഭേദനത്തിന് നിങ്ങളുടെ പേര് കേസ് കൊടുക്കും എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമയെ ഇങ്ങനെ വിഷ്ണു വിളിക്കുകയാണ്. പക്ഷേ ശ്യാമ ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ ആ രോഹിത്തിന് അനുകൂലമായി സംസാരിക്കുന്ന കാണുമ്പോൾ രോഹിത് ഇങ്ങനെ ആ ഒരു വിജയിച്ച ഭാവത്തിൽ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. സുസ്മിതയും ഇതിങ്ങനെ കേട്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അന്നേരം ഈ കുട്ടി വീണ്ടും പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ പാവമാണ്, വിഷ്ണു അച്ഛൻ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ ഇല്ല മോളെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞിൻ്റെ കവിളിലേക്ക് പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് പക്ഷേ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാൽ ഈ വിഷ്ണു അച്ഛൻ വരും, അത് വിഷ്ണു അച്ഛൻ്റെ കടമയാണ് എന്ന് പറഞ്ഞിട്ട് ഈ ശ്യാമ ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം പെട്ടെന്ന് ശ്യാമയങ്ങ് മുഖം തിരിച്ച് കളയുന്നേ ഉള്ളൂ. അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ തിരിഞ്ഞ് ഉപേന്ദ്രൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ഉപേന്ദ്രനാണെങ്കിൽ ഇങ്ങനെ പേടിച്ച് എഴുന്നേറ്റിട്ട് നിരങ്ങി തന്നെ പുറകോട്ട് നീങ്ങുകയാണ്. തുടർന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ പോവുകയാണ്, പക്ഷേ ഇനി ഇവിടെ നിന്ന് ഈ സാധനങ്ങളെല്ലാം മാറ്റിക്കൊള്ളണം, ഒരു ചാരായ കുപ്പി പോലും ഇവിടെ അവശേഷിക്കാൻ പാടില്ല, അവശേഷിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ആ മുമ്പിൽ നിന്നൊരു സാധനം തട്ടി അങ്ങോട്ട് വിഷ്ണു തെറിപ്പിക്കുന്നുണ്ട്. ഇതായിരിക്കില്ല നിൻ്റെ ഗതി എന്ന് പറയുകയാണ്. അന്നേരം ഉപേന്ദ്രൻ ആകെ പേടിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം വിഷ്ണു തിരിഞ്ഞിട്ട് ഈ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ കുട്ടിയുടെ തോളി പിടിക്കുകയാണ്. വിഷ്ണു അച്ഛൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ശ്യാമയുടെ മുഖത്തേക്ക് ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുകയാണ്. അന്നേരവും ശ്യാമ മുഖം തിരിച്ച് കളയുന്നേ ഉള്ളൂ. എന്നിട്ട് വാതിൽക്കലേക്ക് വിഷ്ണു ഇറങ്ങുമ്പോൾ സുസ്മിത വാതിൽക്കൽ നിൽക്കുകയാണല്ലോ. സുസ്മിത പേടിച്ച് പെട്ടെന്ന് അങ്ങ് ഇങ്ങനെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ ചാരി മറിഞ്ഞങ്ങ് നിൽക്കുകയാണ്. പക്ഷേ ഇറങ്ങിയ ശേഷം വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ സുസ്മിതയുടെ നേരെ വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ സുസ്മിതയെ നോക്കുകയാണ് ആകെ ഒരു കലിപ്പിൽ. സുസ്മിത ഇങ്ങനെ വിറച്ച് നിൽക്കുകയാണ്. വിഷ്ണുവിന് മുഖം കൊടുക്കുന്നില്ല, തല ഒന്നിച്ച് നിൽക്കാൻ മാത്രമേ അന്നേരം സുസ്മിതയ്ക്ക് സാധിക്കുന്നുള്ളൂ. എന്നിട്ട് ആ ഒരു സീൻ കാണേണ്ടത് തന്നെയാണ്. എന്നിട്ട് വിഷ്ണു ആണെങ്കിൽ ദേഷ്യത്തിൽ ഇറങ്ങിയിട്ട് വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അന്നേരമാണ് സുസ്മിതയ്ക്ക് ശ്വാസം നേരെ വീഴുന്നത്. തുടർന്ന് ആകെ വിഷമത്തോടെയാണ് വിഷ്ണു ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നത്. അതിനുശേഷം സുസ്മിത ഇങ്ങനെ അകത്തേക്ക് നോക്കുമ്പോൾ ഉപേന്ദ്രനാണെങ്കിൽ പാടുമെട്ട് എഴുന്നേൽക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കഴുത്തൊന്നും തിരിക്കാനും കൈ അനക്കാനും ഒന്നും ഉപേന്ദ്രന് സാധിക്കുന്നില്ല. രോഹിത് ആണെങ്കിൽ ഇരുന്നിടത്ത് തന്നെ ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്നേ ഉള്ളൂ. പപ്പിയാണെങ്കിൽ ശ്യാമയെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുകയാണ്. അന്നേരവും ശ്യാമയ്ക്ക് സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോഴത്തെ രക്ഷയ്ക്ക് വേണ്ടി ശ്യാമ അതൊക്കെ വിഷ്ണുവിനോട് പറഞ്ഞത് തന്നെയാണ്, അതൊന്നും പറയാൻ പാടില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ശ്യാമ അതൊക്കെ പറയുന്നത്. ഇതേ സമയം അവിടെ സത്യഭാമയാണെങ്കിൽ പിള്ളയോട് അവരുടെ പലഹാരത്തിൻ്റെ കച്ചവടത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. 100 പറഞ്ഞു വിട്ട കുറേ ഓർഡറൊക്കെ കൊണ്ടുവന്ന് പിള്ള കൊടുക്കുന്നുണ്ട്. അന്നേരം അടുത്തടുത്ത കടകളാണെങ്കിൽ നമുക്ക് കൊണ്ടു കൊടുക്കാൻ എളുപ്പമാണ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം അങ്ങനെയൊക്കെ പറ്റിയുള്ളൂ, കച്ചവടം വന്നാലേ രക്ഷയുള്ളൂ എന്നൊക്കെ അവർ ആ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സാമ്പത്തികവും അങ്ങനെ തന്നെയാണ്, ആദ്യം കൊടുത്തവരൊക്കെ വിറ്റ് പോയതിന് ശേഷം പൈസ തരാമെന്നല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആദ്യം കഷ്ടപ്പാടുണ്ടാകുന്നൊക്കെ അതിനെക്കുറിച്ച് അവർ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബുക്കിങ്ങിനെ ഓർഡർ കൊടുത്ത ബുക്കിങ്ങിനെ ഭാമ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ശാലിനിയുടെ വണ്ടി വന്ന് നിൽക്കുകയാണ്. അന്നേരം ആ ശാലിനി കുഞ്ഞിൻ്റെ വണ്ടിയാണല്ലോ എന്നിങ്ങനെ പിള്ള പറയുമ്പോൾ ഭാമ പെട്ടെന്ന് ആ ബുക്കിലേക്ക് അങ്ങ് മുഖം നോക്കുകയാണ്. മുറ്റത്തേക്ക് നോക്കുന്നില്ല. അന്നേരം ശാലിനി വന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ സത്യാമ്മയെ നോക്കുന്നുണ്ട്. എന്നിട്ട് മടിച്ച് അകത്തേക്ക് കയറുകയാണ്. അന്നേരം ഭാമയാണെങ്കിൽ ആ ബുക്കിലേക്ക് തന്നെ മുഖം നോക്കിയിരിക്കുകയാണ്, കണ്ണെടുക്കുന്നില്ല, ശാലിനി നോക്കുന്നുമില്ല. അന്നേരം പിള്ള പറയുന്നുണ്ട് അല്ല ഇതാര് ശാലിനി കുഞ്ഞോ, സാറിനെ കാണാൻ വന്നതായിരിക്കും അല്ലേ എന്ന്. പിള്ള ഉറക്കെയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് ഭാമയെ നോക്കുന്നുണ്ട്, ശാലിനിയെ നോക്കുന്നുണ്ട്. പക്ഷേ ബുക്കിൽ നിന്നും സത്യഭാമ കണ്ണെടുക്കുന്നില്ല. അന്നേരം ശാലിനി പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ വന്ന ശേഷം അച്ഛനെ ഒന്ന് കണ്ടില്ലല്ലോ, എനിക്കൊന്ന് കാണണമെന്നുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് പിള്ള ഭാമയെ ശ്രദ്ധിച്ചിട്ട് പക്ഷേ സത്യഭാമ അവിടെ എതിർത്തൊന്നും പറയുന്നില്ല. സാർ അകത്തുണ്ട്, മോള് പോയി കണ്ടോ, അകത്തേക്ക് കയറിക്കോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരവും ഭാമ ഇങ്ങനെ മുഖം തല പൊക്കി നോക്കുന്നുണ്ട്. പക്ഷേ ശാലിനിക്ക് മുഖം കൊടുക്കുന്നില്ല. അതിനുശേഷം ശാലിനി ഇങ്ങനെ മടിച്ച് അവിടെ നിൽക്കുകയാണ് അകത്തേക്ക് കയറാനായിട്ട്. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്.
അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് ശാലിനി അകത്തേക്ക് കയറിയ ശേഷം രാഘവൻ നായർക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് തിരികെ പോകുന്നത്. പക്ഷേ ഭാമ അങ്ങനെ തന്നെ ഇരിക്കും, ഒന്നും പറയില്ല. തുടർന്നാണ് വിഷ്ണു പിന്നെ അവിടെ ഈ ബിസിനസ്സിനെ കുറിച്ച് ശാലിനിയോട് പറയുന്നതും അന്ന് നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്നതും പിന്നീട് വിഷ്ണുവിനെ പൂട്ടാനുള്ള ആ ഒരു വഴി അവർ ആലോചിക്കുന്നതും. പക്ഷേ അത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് കാണാം. ഓക്കെ, താങ്ക് യു.